ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയിലെ ദേശീയത എന്ന ആശയം എങ്ങനെ ഒരു വലിയ ബഹുജന പ്രസ്ഥാനമായി മാറി എന്നതിനെക്കുറിച്ചാണ്. പ്രത്യേകിച്ച് 1920കൾക്ക് ശേഷം കൊളോണിയൽ ഭരണത്തിനെതിരായുള്ള പോരാട്ടം എങ്ങനെയാണ് ഒരു പുതിയ രാഷ്ട്രമെന്ന ബോധത്തിന് രൂപം കൊടുത്തതെന്ന് നമുക്ക് വിശദമായി കാണാം. ശരി, അപ്പോൾ തുടങ്ങാം. ഒന്ന് ആലോചിച്ച് നോക്കൂ. പല ഭാഷകൾ, പല സംസ്കാരങ്ങൾ, പലതരം ആളുകൾ. ഇങ്ങനെയുള്ള ഒരു ഉപഭൂഖണ്ഡം എങ്ങനെയാണ് ഒരുമിച്ച് ഒരു രാജ്യമായി മാറുക? ഇതിൻ്റെ എല്ലാം തുടക്കം ഒരു പൊതുവായ ശത്രുവിനെതിരെയുള്ള പോരാട്ടത്തിൽ നിന്നായിരുന്നു. ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ നമ്മളെല്ലാം അടിച്ചമർത്തപ്പെടുന്നു എന്ന ആ പൊതുവായൊരു തോന്നലുണ്ടല്ലോ, അതാണ് പല ഗ്രൂപ്പുകളെയും ഒരുമിച്ച് ചേർത്ത ഒരു കണ്ണിയായി മാറിയത്. അപ്പോൾ നമ്മൾ ഈ യാത്രയിൽ എന്തൊക്കെയാണ് കാണാൻ പോകുന്നതെന്ന് നോക്കാം. ഒന്നാം ലോക മഹായുദ്ധം ഇന്ത്യയിലുണ്ടാക്കിയ പ്രത്യാഘാതങ്ങളിൽ തുടങ്ങി ഗാന്ധിജിയുടെ സത്യാഗ്രഹം, നിസ്സഹകരണ പ്രസ്ഥാനം, ഉപ്പ് സത്യാഗ്രഹം, പിന്നെ ഏറ്റവും പ്രധാനമായി സ്വാതന്ത്ര്യം എന്ന വാക്കിന് ഓരോരുത്തർക്കും എന്തായിരുന്നു അർത്ഥം എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്യും. എല്ലാ വലിയ മാറ്റങ്ങൾക്കും ഒരു തുടക്കമുണ്ടാവുമല്ലോ. ഇവിടെ ആ തുടക്കം ഒന്നാം ലോക മഹായുദ്ധമായിരുന്നു. യുദ്ധം ഇന്ത്യയിൽ പുതിയ സാമ്പത്തികവും രാഷ്ട്രീയവുമായ ഒരു സാഹചര്യം തന്നെ ഉണ്ടാക്കി. ഇത് ആളുകൾക്കിടയിൽ വലിയ കഷ്ടപ്പാടുകൾക്കും അമർഷത്തിനും കാരണമായി. സത്യം പറഞ്ഞാൽ ഒരു വലിയ ജനകീയ മുന്നേറ്റത്തിനുള്ളൊരു വേദി അവിടെ ഒരുങ്ങുകയായിരുന്നു. സാധാരണക്കാരുടെ ജീവിതം എത്രത്തോളം ദുരിതത്തിലായെന്ന് നോക്കും. യുദ്ധത്തിന്റെ പേരിൽ പ്രതിരോധ ചെലവുകൾ കുതിച്ചുയർന്നു. ആ പണം കണ്ടെത്താൻ സർക്കാർ സാധാരണക്കാരുടെ മേൽ വലിയ നികുതികൾ ചുമത്തി. ഗ്രാമങ്ങളിൽ നിന്ന് ചെറുപ്പക്കാരെ നിർബന്ധിച്ച് പട്ടാളത്തിൽ ചേർത്തു. പോരാത്തതിന് ഒരേ സമയം വിളനാശവും പകർച്ചവ്യാധിയും കൂടി വന്നതോടെ ജനങ്ങൾ ശരിക്കും പൊറുതിമുട്ടി. ഈ ഒരു സാഹചര്യമാണ് ഒരു പുതിയ സമരരീതിയെക്കുറിച്ച് ചിന്തിക്കാൻ അവരെ പ്രേരിപ്പിച്ചത്. അങ്ങനെ ജനങ്ങൾ ആകെ വലഞ്ഞിരിക്കുന്ന ഒരു സമയത്താണ് ഒരു പുതിയ പ്രതീക്ഷയുമായി മഹാത്മാഗാന്ധി ഇന്ത്യയിലേക്ക് വരുന്നത്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു പുതിയ സമരമുറയുണ്ടായിരുന്നു, സത്യാഗ്രഹം. അപ്പോൾ എന്താണ് ഈ സത്യാഗ്രഹം? കേൾക്കുമ്പോൾ വലിയ വാക്കായി തോന്നാം, പക്ഷെ ആശയം വളരെ ലളിതമാണ്. സത്യത്തിനു വേണ്ടി ആഗ്രഹിക്കുക, അതാണ് സത്യാഗ്രഹം. ഗാന്ധിജി വിശ്വസിച്ചത് നമ്മുടെ ലക്ഷ്യം സത്യമാണെങ്കിൽ, നമ്മൾ പോരാടുന്നത് അനീതിക്കെതിരെയാണെങ്കിൽ, പിന്നെ എതിരാളിയെ ശാരീരികമായി നേരിടേണ്ട ആവശ്യമില്ല എന്നാണ്. പകരം അവരുടെ മനസാക്ഷിയെ തൊട്ടുണർത്തുക, അക്രമം കൂടാതെ തന്നെ വിജയം നേടാം. അതായിരുന്നു ഇതിന്റെ കാതൽ. ഈ ഐഡിയ വെറുതെ ഒരു തിയറി മാത്രമായിരുന്നില്ല, ഇത് പ്രായോഗികമായി വിജയിച്ച ഒന്നായിരുന്നു. ദക്ഷിണാഫ്രിക്കയിലെ വംശീയ ഭരണകൂടത്തിനെതിരെ ഗാന്ധിജി ആദ്യമായി സത്യാഗ്രഹം ഉപയോഗിക്കുകയും അത് വിജയിക്കുകയും ചെയ്തു. ആ ഒരു വിജയത്തിന്റെ ആത്മവിശ്വാസവുമായാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നത്. ഇന്ത്യയിലെത്തിയ ഗാന്ധിജിക്ക് രാജ്യവ്യാപകമായ ഒരു പ്രസ്ഥാനം തുടങ്ങണമായിരുന്നു. അതിനൊരു അവസരം വന്നത് ഖിലാഫത്ത് പ്രശ്നത്തിലൂടെയാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ തുർക്കി പരാജയപ്പെട്ടപ്പോൾ മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവായ ഖലീഫയുടെ അധികാരം നഷ്ടപ്പെടുമോ എന്നൊരു പേടി ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കുണ്ടായി. ഇതിനെതിരെ അവർ ഖിലാഫത്ത് പ്രസ്ഥാനം തുടങ്ങി. ഈ പ്രസ്ഥാനത്തെ നിസ്സഹകരണവുമായി യോജിപ്പിച്ചാൽ ഹിന്ദു മുസ്ലിം ഐക്യം ശക്തമാക്കാമെന്ന ഗാന്ധിജി മനസ്സിലാക്കി. അങ്ങനെയാണ് 1921 നിസ്സഹകരണ ഖിലാഫത്ത് പ്രസ്ഥാനം തുടങ്ങുന്നത്. ഇതൊരു പെട്ടെന്നുണ്ടായ തീരുമാനമായിരുന്നില്ല, കൃത്യമായൊരു പ്ലാൻ ഇതിനു പിന്നിലുണ്ടായിരുന്നു. ഘട്ടം ഘട്ടമായാണ് ഇത് നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചത്. ആദ്യം സർക്കാർ നൽകിയ സ്ഥാനമാനങ്ങൾ തിരികെ നൽകുക, പിന്നെ സ്കൂളുകളും കോടതികളും ഉൾപ്പെടെ എല്ലാം ബഹിഷ്കരിക്കുക. സർക്കാർ ഇതിനെ അടിച്ചമർത്താൻ ശ്രമിച്ചാൽ മാത്രം അടുത്ത ഘട്ടമായ പൂർണ്ണ നിയമലംഘനത്തിലേക്ക് കടക്കുക. ശരിക്കും പറഞ്ഞാൽ വളരെ ചിട്ടയായൊരു നീക്കമായിരുന്നു ഇത്. ലക്ഷ്യം വളരെ വലുതായിരുന്നു. ഒരൊറ്റ വർഷം കൊണ്ട് സ്വരാജ്, അതായത് സ്വയംഭരണം. ഒന്ന് ഓർത്തു നോക്കൂ, എന്തൊരു വലിയ വാഗ്ദാനമായിരുന്നു അത്. ഈയൊരു പ്രതീക്ഷയാണ് ആയിരക്കണക്കിന് സാധാരണക്കാരെ ഈ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിച്ചത്. പക്ഷേ ഇവിടെയാണ് കഥയുടെ ഏറ്റവും രസകരമായ ഭാഗം വരുന്നത്. സ്വരാജ് എന്ന ആഹ്വാനം എല്ലാവരും ഏറ്റെടുത്തു. പക്ഷേ ഓരോരുത്തർക്കും ആ വാക്കിന് ഓരോ അർത്ഥമായിരുന്നു. എല്ലാവരുടെയും മനസ്സിലെ സ്വാതന്ത്ര്യം ഒന്നായിരുന്നില്ല. അപ്പോൾ നഗരങ്ങളിലെ വിദ്യാസമ്പന്നരായ മധ്യവർഗത്തിന് സ്വരാജ് എന്തായിരുന്നു? അവർക്ക് അത് ബ്രിട്ടീഷ് സ്ഥാപനങ്ങളോടുള്ള നിസ്സഹകരണമായിരുന്നു. വിദ്യാർത്ഥികൾ സ്കൂളുകൾ ബഹിഷ്കരിച്ചു, വക്കീലന്മാർ കോടതികൾ ബഹിഷ്കരിച്ചു, ആളുകൾ വിദേശ വസ്ത്രങ്ങൾ തീയിട്ടു. ഇതായിരുന്നു അവരുടെ സ്വരാജ്. എന്നാൽ ഗ്രാമങ്ങളിലേക്ക് വന്നാലോ, അവിടുത്തെ കർഷകർക്ക്, പ്രത്യേകിച്ച് അവധിയിലെ കർഷകർക്ക് സ്വരാജ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരിൽ നിന്നുള്ള മോചനമായിരുന്നില്ല. അത് തങ്ങളെ ചൂഷണം ചെയ്യുന്ന ജന്മിമാരിൽ നിന്നും താലൂക്കുദാർമാരിൽ നിന്നുമുള്ള മോചനമായിരുന്നു. താങ്ങാനാവാത്ത പാട്ടത്തിൽ നിന്നും നികുതിയിൽ നിന്നുമുള്ള സ്വാതന്ത്ര്യമായിരുന്നു അവർക്ക് വേണ്ടിയിരുന്നത്. ഇനി ഗുഡം കുന്നുകളിലെ ഗോത്രവർഗക്കാരുടെ കാര്യം നോക്കിയാൽ അവരുടെ പ്രശ്നം അതൊന്നുമായിരുന്നില്ല. ബ്രിട്ടീഷ് സർക്കാർ അവരുടെ വനങ്ങളിലേക്കുള്ള പ്രവേശനം തടഞ്ഞു. അവർക്ക് വിറക് ശേഖരിക്കാനോ കന്നുകാലികളെ മേയ്ക്കാനോ കഴിയാതെയായി. അപ്പോൾ അവർക്ക് സ്വരാജ് എന്നാൽ തങ്ങളുടെ വനാവകാശങ്ങൾ തിരികെ പിടിക്കുക എന്നതായിരുന്നു.
അതിനായി അവർ ഗാന്ധിജിയുടെ അഹിംസയുടെ വഴിയല്ല, സായുധ പോരാട്ടമാണ് തെരഞ്ഞെടുത്തത്. അതേസമയം ആസാമിലെ തേയിലത്തോട്ടങ്ങളിലെ തൊഴിലാളികളുടെ സ്വപ്നം വളരെ ലളിതമായിരുന്നു. അവരെ തോട്ടങ്ങളിൽ നിന്ന് പുറത്തു പോകാൻ അനുവദിച്ചിരുന്നില്ല. അവർക്ക് സ്വരാജ് എന്നാൽ ആ തോട്ടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വന്തം ഗ്രാമങ്ങളിലേക്ക് തിരികെ പോകാനുള്ള സ്വാതന്ത്ര്യമായിരുന്നു. കണ്ടില്ലേ, ഒരേ വാക്ക്, പക്ഷേ എത്ര വ്യത്യസ്തമായ അർത്ഥങ്ങളാണ്. നിസ്സഹകരണ പ്രസ്ഥാനത്തിന് ശേഷം കുറച്ചു കാലത്തെ നിശബ്ദതയായിരുന്നു. പക്ഷേ അതൊരു കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തതയായിരുന്നു എന്ന് വേണം പറയാൻ. സമരത്തിന്റെ അടുത്ത വലിയ ഘട്ടം വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അതിന്റെ തുടക്കമായിരുന്നു ഉപ്പു സത്യാഗ്രഹം. ഒരു അവസാന ശ്രമം എന്ന നിലയ്ക്ക് ഗാന്ധിജി വൈസ്രോയ് ഇർവിനു ഒരു അന്ത്യശാസനം നൽകി. വ്യവസായികൾ മുതൽ കർഷകർ വരെയുള്ള എല്ലാ വിഭാഗം ആളുകളുടെയും ആവശ്യങ്ങൾ ഉൾക്കൊള്ളുന്ന 11 കാര്യങ്ങളായിരുന്നു അതിൽ. ഇത് അംഗീകരിച്ചില്ലെങ്കിൽ രാജ്യവ്യാപകമായി നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. അപ്പോൾ എന്തുകൊണ്ടാണ് ഗാന്ധിജി ഉപ്പ് തന്നെ തിരഞ്ഞെടുത്തത്? അതിന് പിന്നിലൊരു കിടിലൻ തന്ത്രമുണ്ടായിരുന്നു. കാരണം ഉപ്പ് പണക്കാരനും പാവപ്പെട്ടവനും ഒരുപോലെ ഉപയോഗിക്കുന്ന ഒന്നാണ്. ഭക്ഷണത്തിലെ ഏറ്റവും അടിസ്ഥാന ഘടകം. അതിന്മേലുള്ള നികുതി എല്ലാവരെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു അനീതിയായിരുന്നു. അതുകൊണ്ട് തന്നെ രാജ്യത്തെ മുഴുവൻ ആളുകളെയും ഒന്നിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും ശക്തമായൊരു പ്രതീകമായിരുന്നു ഉപ്പ്. ദണ്ഡിയാത്ര ചരിത്രത്തിലെ തന്നെ ഒരു വലിയ സംഭവമായി മാറി. ആയിരക്കണക്കിന് ആളുകളാണ് ഗാന്ധിജിയോടൊപ്പം ആ യാത്രയിൽ പങ്കെടുത്തത്. പ്രത്യേകിച്ച് പറയേണ്ടത് സ്ത്രീകളുടെ പങ്കാളിത്തമാണ്. അതുവരെ വീടിനുള്ളിൽ ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന ഒരുപാട് സ്ത്രീകൾ ആദ്യമായി പൊതുരംഗത്തേക്ക് വന്നു. ഈയൊരു സംഭവം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ലോകമെമ്പാടും വലിയ ശ്രദ്ധ നേടിക്കൊടുത്തു. ഒരു തീപ്പൊരി വീണാൽ മതിയല്ലോ. ദണ്ഡിയിലെ ഉപ്പ് നിയമം ലംഘിച്ചതോടെ രാജ്യത്തുടനീളം നിയമലംഘനങ്ങളുടെ ഒരു പ്രവാഹം തന്നെ ഉണ്ടായി. ആളുകൾ സ്വന്തമായി ഉപ്പുണ്ടാക്കി, വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിച്ചു, മദ്യഷാപ്പുകൾക്ക് മുന്നിൽ സമരം ചെയ്തു, കർഷകർ നികുതി കൊടുക്കാൻ വിസമ്മതിച്ചു, ഗോത്രവർഗക്കാർ വനനിയമങ്ങൾ ലംഘിച്ചു. സമരം പല രൂപത്തിൽ രാജ്യമാകെ പടർന്നു. അപ്പോ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത്? ഇത്രയധികം സമരങ്ങളും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുമെല്ലാം ചേർന്ന് എങ്ങനെയാണ് ഒരു രാഷ്ട്രം എന്ന ആശയം ശക്തമായത്? ഇതൊരു ചെറിയ കാര്യമല്ല. പലയിടത്തായി ചിതറിക്കിടന്ന ദേഷ്യത്തെയും പ്രതിഷേധത്തെയും ഒരുമിപ്പിച്ച് ഒരു പൊതുലക്ഷ്യത്തിനു വേണ്ടിയുള്ള സംഘടിത സമരമാക്കി മാറ്റാൻ ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിന് കഴിഞ്ഞു. അത് തന്നെയായിരുന്നു ഈ പ്രസ്ഥാനങ്ങളുടെ ഏറ്റവും വലിയ വിജയം. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഈ ഐക്യം അത്ര ലളിതമായിരുന്നില്ല. ഒരു നാണയത്തിന്റെ 2 വശങ്ങൾ പോലെയായിരുന്നു അത്. ഒരു വശത്ത് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പൊതുവായ പോരാട്ടം, സ്വരാജ് പതാക പോലുള്ള ചിഹ്നങ്ങൾ, ഗാന്ധിജിയുടെ നേതൃത്വം, ഇതെല്ലാം ആളുകളെ ഒരുമിപ്പിച്ചു. എന്നാൽ മറുവശത്ത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഓരോ വിഭാഗത്തിനും സ്വരാജിനെക്കുറിച്ച് അവരുടേതായ കാഴ്ചപ്പാടുകളുണ്ടായിരുന്നു. ഇത് പലപ്പോഴും പ്രസ്ഥാനത്തിനുള്ളിൽ തന്നെ പ്രശ്നങ്ങൾക്ക് കാരണമായി. ഉദാഹരണത്തിന്, കർഷകരുടെ പല സമരങ്ങളും കോൺഗ്രസിന്റെ അഹിംസാ മാർഗങ്ങളുമായി യോജിച്ചു പോകുന്നതായിരുന്നില്ല. അതായത് സംഘർഷങ്ങളിലൂടെയും തർക്കങ്ങളിലൂടെയുമാണ് ഈ ഐക്യം പതിയെ രൂപപ്പെട്ടു വന്നത്. അപ്പോൾ അവസാനമായി ഒരു ചോദ്യം. ഒരു രാഷ്ട്രമുണ്ടാകുന്നത് പ്രതിഷേധത്തിലൂടെയും സമരത്തിലൂടെയുമാണ്. പക്ഷേ ആ രാഷ്ട്രത്തിനുള്ളിലെ ഓരോ വിഭാഗത്തിനും സ്വാതന്ത്ര്യം എന്ന വാക്കിന് പല അർത്ഥങ്ങളാണെങ്കിൽ ആ ഐക്യത്തിന്റെ ഭാവി എന്തായിരിക്കും? ഇത് അന്നത്തെ മാത്രം ചോദ്യമല്ല, ഇന്നും വളരെ പ്രസക്തമായ